ഹേ ഓൾ. സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണ് ലെയറിംഗ്. നിങ്ങൾക്ക് ക്ലാസ്സിൽ പഠിക്കാനുണ്ടാവും ലെയറിംഗ്, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന പ്ലാന്റ് ടെക്നിക്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് ടെക്നിക്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. സോ ആ ടെക്നിക്സിനെ കുറിച്ച് നമുക്ക് ലെയറിംഗ് മാത്രം ഇന്ന് പഠിക്കാം. എങ്ങനെയാണ് ലെയറിംഗ് ചെയ്യുന്നത്? നിങ്ങൾക്ക് കുറേ പ്ലാന്റ്സോ അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കുറേ പ്ലാന്റ്ലെറ്റ്സ് അല്ലെങ്കിൽ തൈകൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ ലെയറിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് ചെയ്താൽ മതി. സോ നമുക്കിതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് എങ്ങനെയാണ് ലെയറിംഗ്, ഒരു 3 സ്റ്റെപ്പിൽ ലെയറിംഗ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, സിമ്പിളായിട്ട് നിങ്ങൾ എന്നിട്ട് ഇത് വീട്ടിൽ പോയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയാണ് ലെയറിംഗ് നടക്കുക. എന്നിട്ട് ആരെങ്കിലും ലെയറിംഗ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മിസ്സിന് ആ വീഡിയോയും കൂടെ അയച്ചു തരാം. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് ലെയറിംഗ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? 2 ടൈപ്പ് ഓഫ് ലെയറിംഗ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ടെക്സ്റ്റ് ബുക്സിലൊക്കെ. നോർമലി സിമ്പിൾ ലെയറിംഗും ഉണ്ട്, അതുപോലെ തന്നെ സെർപ്പൻറ്റൈൻ ലെയറിംഗും ഉണ്ട്. സിമ്പിൾ ലെയറിംഗ് നോർമലാണ്, സാധാ പോലെ തന്നെ പ്ലാന്റിനെ ബെൻഡ് ചെയ്യിക്കുക, റൂട്ട് ഉണ്ടാക്കുക, അതാണ് പരിപാടി. ഇനി സെർപ്പൻറ്റൈൻ ലെയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പാമ്പല്ലേ, സെർപ്പൻറ്റൈൻ എന്ന് പറഞ്ഞാൽ പാമ്പാണ്. അതുപോലെ ആലോചിക്കുക, ഒരു പ്ലാന്റിനെ കുറേ നേരം ഇങ്ങനെ എന്ത് ചെയ്യുക, ബെൻഡ് ചെയ്ത് ഒരു പാമ്പിങ്ങനെ അഴയുന്ന മാതിരി ബെൻഡ് ചെയ്തിട്ട് ഓരോ പ്ലാന്റ്ലെറ്റ്സ് ഉണ്ടാക്കുക, ഓരോ തൈകൾ ഉണ്ടാക്കുക. നമുക്ക് ഇവിടുന്ന് മൾട്ടിപ്പിൾ സാപ്ലിങ്സ് ഉണ്ടാക്കാൻ പറ്റും, മൾട്ടിപ്പിൾ പ്ലാന്റ്ലെറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം, മൾട്ടിപ്പിൾ പ്ലാന്റ്ലെറ്റ്സ്. ഓക്കെ, സിമ്പിൾ പ്ലാന്റ്ലെറ്റ്സ് മാത്രമേ, മീൻസ് സിമ്പിൾ ലെയറിംഗ് നമുക്ക് സിമ്പിളായിട്ട് ഒരെണ്ണോ അല്ലെങ്കിൽ 2 അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അതാണ് തമ്മിലുള്ള മേജർ ഡിഫറൻസ്. സോ നമുക്ക് സിമ്പിൾ ലെയറിംഗ് എങ്ങനെയാണ് നടത്തുക എന്ന് നോക്കാം. ഓക്കെ, സോ സിമ്പിൾ ലെയറിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച്, നിങ്ങൾക്ക് ഏതെങ്കിലും വീട്ടിൽ ഇങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ടാകും, ഗുവാവ ഉണ്ടാകും, സപ്പോർട്ട് ഉണ്ടാകും, പിന്നെ അതേപോലെ ജാമ്പ ഉണ്ടാവും, പിന്നെ അതുപോലെ ഫിഗ് ട്രീസ് ഒക്കെ ഉണ്ടാവും. ഇതിനെയാണ് മേജറിൽ നമ്മൾ ലെയറിങ്ങിന് ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ലെയറിംഗ് ചെയ്യുക എന്തെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെമ്മിൽ റൂട്ട്സ് ഉണ്ടാക്കുക ചെയ്യുക. ഒരു മദർ പ്ലാന്റ് എടുക്കുക, നിങ്ങൾക്ക് വേണ്ട, ഇപ്പോൾ ഒരു ഗുവാവ ആണെങ്കിൽ ഗുവാവ എടുക്കുക, അതിൻ്റെ മദർ പ്ലാന്റ് എടുക്കുക. ഓക്കെ, ഈ ഒരു മദർ പ്ലാന്റ് നിങ്ങൾ സെലക്ട് ചെയ്താൽ അതിലേതെങ്കിലും ഒരു സ്റ്റെമ്മ്, ഒരു പെൻസിൽ സൈസ്ഡ് ആയിട്ടൊരു സ്റ്റെം എടുക്കുക. ആ സ്റ്റെം എന്ത് ചെയ്യുക? റൂട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക. അത് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു പാരൻറ്റ് പ്ലാന്റ് ആണെങ്കിൽ ഈ പ്ലാന്റിൻ്റെ ഒരു ഭാഗം, ഒരു സ്റ്റെമ്മ് നമ്മൾ നേരെ ബെൻഡ് ചെയ്തു സോയിലിലേക്ക് ആക്കി വെച്ചു. എന്നിട്ട് ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്? റൂട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രൊസീജിയർ അങ്ങനെയാണ്. ഓക്കെ, സോ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് നോക്കിക്കോ, 3 സ്റ്റേജസിലാണ് നിങ്ങൾക്ക് ലെയറിംഗ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾ ഒരു പെൻസിൽ സൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റെമ്മ് സെലക്ട് ചെയ്യുക. ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു സ്റ്റെമ്മാണ്. ഈ സ്റ്റെമ്മിൻ്റെ ഒരു പെൻസിൽ സൈസ്ഡ് അല്ലേ ഉള്ളൂ, ഒരു പെൻസിൽ പോലെ ഒരു ചെറിയ കഷ്ണം. ഓക്കെ, ഈ പെൻസിൽ സൈസ്ഡ് ആയിട്ടൊരു സ്റ്റെമ്മ് നിങ്ങൾ കണ്ടുപിടിക്കുക. മദർ പ്ലാന്റിൽ ഒരു പെൻസിൽ സൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റെം കണ്ടുപിടിക്കുക. എന്നിട്ട് അതിലെന്ത് ചെയ്യുക? ഒരു 2 to 3 സെൻറ്റിമീറ്റർ സർക്കുലർ കട്ട് ഉണ്ടാക്കുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു സർക്കുലർ ആയിട്ടൊരു കട്ട് ഉണ്ടാക്കുക. ആ ഒരു ഭാഗത്ത് സർക്കുലർ കട്ട് എങ്ങനെയാണ്? ബാർക്ക് അങ്ങോട്ട് മുറിച്ച് കളയുക. ഒരു സ്റ്റെം എടുത്താൽ അതിൻ്റെ ഒരു പുറമേ ഒരു ബ്രൗൺ കളറിൽ ഒരു തിക്കായിട്ടുള്ളൊരു സാധനം ഉണ്ടാവില്ലേ? സോ അതിനെയാണ് നമ്മൾ ബാർക്ക് എന്ന് വിളിക്കുക. സോ 2 to 3 സെൻറ്റിമീറ്റർ, ഇതൊരു 2 to 3 സെൻറ്റിമീറ്റർ ഉണ്ട്. ഈ 2 to 3 സെൻറ്റിമീറ്ററിൽ നമ്മൾ സർക്കുലർ ആയിട്ട് ആ ബാർക്ക് അങ്ങോട്ട് റിമൂവ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. ഒരു മദർ പ്ലാന്റ് എടുക്കുക, ആ മദർ പ്ലാന്റിൻ്റെ സ്റ്റെം ഒരു പെൻസിൽ സൈസ്ഡ് ആയിട്ടൊരു സ്റ്റെം എടുക്കുക. ആ സ്റ്റെമ്മിൽ നിങ്ങൾ 2 to 3 സെൻറ്റിമീറ്റർ സർക്കുലർ ആയിട്ടൊരു കട്ട് ഉണ്ടാക്കുക. ഒരു 2 to 3 സെൻറ്റിമീറ്റർ ആണെന്ന് ഇപ്പോൾ ആലോചിക്കുക. എന്നിട്ട് ആ ബാർക്ക് അങ്ങോട്ട് റിമൂവ് ചെയ്യുക. ഈ പിക്ചറിൽ കാണുന്ന മാതിരി ബാർക്ക് എന്ത് ചെയ്യുക? അങ്ങോട്ട് റിമൂവ് ചെയ്യുക. അങ്ങനെ ബാർക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് എങ്ങനെയാണ്? സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക? ഒരു വെറ്റ് മിക്സ്ചർ മുന്നേ ഉണ്ടാക്കി വെക്കണം. കൊക്കോപീറ്റ്, സോയിൽ, കൗഡങ്, ഇതൊക്കെ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു മെന്യോറാണ്. പ്ലാന്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലാന്റിനെ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെന്യോറാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഒരു വെറ്റ് മിക്സ്ചർ, നല്ല വാട്ടറി കണ്ടന്റ് ഉള്ള ഒരു വെറ്റ് മിക്സ്ചർ നമ്മൾ ഉണ്ടാക്കി വെക്കണം മുന്നേ. ഓക്കെ, സോ ഏതൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്? കൊക്കോപീറ്റ്, സോയിൽ, കൗഡങ്, ഇത് 3 പേരെയാണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒരു മിക്സ്ചർ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ആ മിക്സ്ചറിലേക്ക് എന്ത് ചെയ്യുക? ഈ മിക്സ്ചർ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളിപ്പം 2 to 3 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് വെച്ചിട്ട് ബാർക്കൊക്കെ റിമൂവ് ചെയ്തിട്ടൊരു സ്ഥലമില്ലേ, ആ സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വെറ്റ് മിക്സ്ചർ തേച്ച് ഒട്ടിച്ച് വെക്കുക, നല്ലോണം ഒട്ടിച്ച് വെക്കുക. അങ്ങനെ ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഒരു പോളിത്തീൻ ബാഗ് എടുക്കുക. ഓക്കെ, പോളിത്തീൻ ബാഗ്, ഇത് നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന മാതിരി ഒരു കവറുള്ള ഒരു കവറിങ് ആണ് പോളിത്തീൻ ബാഗ് എന്ന് പറയുന്നത്. ഈ പോളിത്തീൻ ബാഗ് വെച്ചിട്ട് ആ ഒരു സാധനത്തിന് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. ഓക്കെ, എന്താണ് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത്? എന്തെടുത്തു? നമ്മൾ കൊക്കോപീറ്റ്, അതേപോലെ തന്നെ സോയിൽ ആൻഡ് കൗഡങ് എന്ന് പറയുന്ന ഒരു വെറ്റ് മിക്സ്ചർ എടുത്തു. ആ മിക്സ്ചർ നമ്മൾ എന്ത് ചെയ്തു? ഈ സ്റ്റെമ്മിൻ്റെ നമ്മളിപ്പം 2 to 3 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത ബാർക്കിൻ്റെ ആ പോർഷനിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? പോളിത്തീൻ ബാഗ് വെച്ച് അതിനെ റാപ്പ് ചെയ്തു. ഓക്കെ, ഇനി ഒരു 2 months കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ആര് വരും? റൂട്ട്സ് വരും. അതാണ് നമ്മുടെ സ്റ്റേജ് 3. ഓക്കെ, ഇനി നിങ്ങൾ സ്റ്റേജ് 3 നോക്കുകയാണെങ്കിൽ ഇതാ നോക്കിക്കോളൂ. 2 months കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും? റൂട്ട്സ് വിൽ സ്പ്രൗട്ട് ആണ്. കണ്ടില്ലേ? നിങ്ങൾ നോക്കിക്കോ, 2 months കഴിയുമ്പോൾ നിങ്ങളിത് വീട്ടിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്രയും ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ്. സോ നോക്കിക്കഴിഞ്ഞാൽ ആ സ്റ്റെമ്മിൽ എന്ത് വരും? റൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്ന കാണാൻ പറ്റും. അന്നേരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു റൂട്ട് വന്ന ആ ഭാഗത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഇതിനെ എന്ത് ചെയ്യാം? പുതിയൊരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ഒരു ഗ്രോ ബാഗോ അല്ലെങ്കിൽ ഫ്ലവർ ബാഗോ ഏതെങ്കിലും ബാഗ് ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ഇതിനെ യൂസ് ചെയ്ത് പ്ലാന്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേ പ്ലാന്റ്
പ്ലാന്റിന് നിങ്ങൾക്ക് എന്താ ഒരു ഗുവാവ ചെടി മാത്രമേ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഗുവാവ ചെടിയും കൂടി ഉണ്ടാക്കാം. ഓക്കെ, സിമ്പിളായില്ലേ? സോ എന്ത് ചെയ്തു, കട്ട് ചെയ്യുക, ആ സ്റ്റെം കട്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫ്ലവർ പോട്ടിലോ ഗ്രോ ബാഗിലോ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പ്ലാന്റ് ചെയ്ത സാധനം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കഴിയുമ്പോൾ റീപ്ലാന്റ് ചെയ്ത് സോയിലേക്കും കൂടെ വെക്കുക. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ലെയറിങ് പരിപാടി. വെറും 3 സ്റ്റേജസിലൂടെ നിങ്ങൾ ലെയറിങ് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ അല്ലേ? സോ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ഈ 3 പിക്ചേഴ്സ് തന്നെ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കണമെന്നുണ്ടെങ്കിൽ മിസ് കുറച്ച് പിക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, ഇതാണ് ഒരു മദർ പ്ലാന്റ്. ഓക്കെ, മദർ പ്ലാന്റ് എടുത്തു, പെൻസിൽ സൈസ്ഡ് ആയിട്ടുള്ള അതിനകത്തൊരു സ്റ്റെം നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഒരു മദർ പ്ലാന്റ് എടുക്കുക. അപ്പോൾ ഗുവാവയാണ് എടുക്കുന്നതെങ്കിൽ ഗുവാവ എടുക്കുക. അതിലൊരു പെൻസിൽ സൈസ്ഡ് ആയിട്ടൊരു സ്റ്റെം നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, പെൻസിൽ സൈസ്ഡ് ആയിട്ടുള്ള സ്റ്റെം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ 2 to 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഓക്കെ, 2 to 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്ന എന്തിനാ, നമ്മളൊരു സർക്കുലർ കട്ട് ഉണ്ടാക്കാനാണ്. ആ ബാർക്കിൻ്റെ കഷ്ണം നമ്മൾ മുറിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗം നിങ്ങൾ എന്താ ചെയ്യുക, ബ്ലേഡ് യൂസ് ചെയ്തിട്ടോ 2 to 3 സെൻറ്റിമീറ്റർ അവിടെ ഒന്ന് ആ ബാർക്ക് അങ്ങോട്ട് ക്ലീവ് ചെയ്ത് കളയുക. ആ ബാർക്ക് റിമൂവ് ചെയ്യുക. ഇനി ബാർക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫുള്ളി റിമൂവ് ചെയ്തു. അങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതാണ് നമ്മളുടെ കോക്കോ പീറ്റ്, പിന്നെ അതേപോലെ സോയിൽ, പിന്നെ അതേപോലെ കൗഡങ്, അതിൻ്റെ ഒരു മിക്സ്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു 2-3 മിനിറ്റ് നമ്മളത് ഉണ്ടാക്കി ഇങ്ങനെ വെക്കുക. ഓക്കെ, അങ്ങനെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതാ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ തേച്ച് ഒട്ടിച്ച് വെക്കുക. നന്നായിട്ട് അങ്ങോട്ട് വെറ്റ് മിക്സ്ചർ അല്ലേ, അതുകൊണ്ട് വേഗം അവിടെ ഒട്ടിയിരുന്നോളൂ. ഓക്കെ, വെറ്റ് മിക്സ്ചർ നിങ്ങൾ അവിടേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതാണ് നമ്മുടെ പോളിത്തീൻ ബാഗ് വെച്ച് അതിനെ കവർ ചെയ്യുക, നല്ലോണം റാപ്പ് ചെയ്യുക. ഓക്കെ, റാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2 to 3 വീക്സ് കഴിയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. വാട്ടർ ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി എന്നിട്ട് എന്ത് ചെയ്യണം, 2 to 3 വീക്സ് കഴിഞ്ഞാൽ, ഒരു 2 months കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, 6 to 8 വീക്സ് അല്ലേ 2 months. അപ്പോൾ 2 months കഴിഞ്ഞ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, റൂട്ട് കാണാൻ പറ്റും. റൂട്ടിൽ എന്ത്, സ്റ്റെമ്മിൽ റൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇത് കണ്ടോ, റൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാണാൻ പറ്റും. എന്നിട്ട് ഈ ഒരു സ്റ്റെമ്മിൻ്റെ താഴ്ഭാഗത്തായിട്ട് നിങ്ങളൊരു കട്ട് കൊടുക്കുക. ഈ കട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പോളിത്തീൻ ബാഗൊക്കെ റിമൂവ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൂട്ടുള്ള ഒരു പ്ലാന്റ്ലെറ്റ് കിട്ടും, ഒരു തൈ കിട്ടി. ഈ തൈ എന്ത് ചെയ്യുക, നിങ്ങളൊരു ഫ്ലവർ പോട്ടിലോ ഗ്രോ ബാഗിലോ നിങ്ങൾ എടുത്ത് വെക്കുക, ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഒന്ന് പ്ലാന്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ റൂട്ട്സൊക്കെ നല്ല സ്ട്രോങ്ങറായി ഡെവലപ്പ് ചെയ്ത് വരാൻ തുടങ്ങുന്നത് കാണാം. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ ഫ്ലവർ പോട്ടിൽ നിന്ന് മാറ്റി സോയിലിലേക്ക് റീപ്ലാന്റ് ചെയ്യണം. ഇത്രയുമാണ് ലെയറിങ് ടെക്നിക്ക്. ഓക്കെ ആണോ? സോ നിങ്ങൾ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിപ്പോൾ ഗോവ ചെടിയുണ്ടോ, ജാമ്പക്ക ഉണ്ടോ, ഏതാണോ ചെടി വീട്ടിലുള്ളത് അതിനൊന്ന് ലെയറിങ് ചെയ്ത് നോക്കുക. നല്ല പരിപാടിയാണ്. നിങ്ങൾക്ക് കുറേ തൈകൾ ഉണ്ടാക്കാൻ പറ്റും, പ്ലാന്റ്ലെറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. സോ ഇതൊരു നല്ല പരിപാടിയാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. ഓക്കെ, സോ ഇറ്റ്സ് എ സിമ്പിൾ ടെക്നിക്. 3 സ്റ്റേജസിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ്. സോ ഇതെല്ലാവരൊക്കെ ചെയ്തു എന്നുണ്ടെങ്കിൽ മിസ്സിന് കമൻറ്റിൽ അറിയിക്കണം. പിന്നെ അതേപോലെ വീഡിയോ അയച്ചുതരും ചെയ്യണം. ഓക്കെ, സോ വേറൊരു ലെയറിങ് ടെക്നിക്കും കൂടിയുണ്ട്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്, സെർപ്പൻറ്റൈൻ. ഒന്നുമില്ല, സെർപ്പൻറ്റൈൻ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ. പെപ്പറിലാണ് കൂടുതൽ നമ്മൾ ചെയ്യാറ്. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് കിട്ടും, മൾട്ടിപ്പിൾ സാപ്ലിങ്സ് കിട്ടും. ഇത് കണ്ടില്ല, ഒരു പാമ്പ് പോലെ നീണ്ട് വരുന്നില്ലേ. അപ്പം ഇതിൻ്റെ ഓരോ സാധനങ്ങളും നമ്മൾ ഓരോ സ്റ്റെമ്മുകളും നമ്മൾ സോയിലേക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ സാപ്ലിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഒറ്റയടിക്ക് കുറേ സാപ്ലിങ്സ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ കുറേ പെപ്പർ തൈസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു അഗ്രികൾച്ചർ ചെയ്യുന്ന ഒരാളാണ്, ഒരു ഫാമർ ആണെങ്കിൽ ആ ഫാമർക്ക് എന്ത് കിട്ടി, കുറേ ഈൽഡ് കിട്ടുന്ന പെപ്പർ പ്ലാന്റ്സിനെ കിട്ടും. ഓക്കെ അല്ലേ? സോ ഇത്രയുമാണ് നിങ്ങളുടെ ലെയറിങ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് വീഡിയോയിൽ മിസ് ഉദ്ദേശിച്ചത്. സോ ലെയറിങ് കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.